യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിലെല്ലാം നമ്മുടെ ഇടവക ദേവാലയങ്ങളിലും കപ്പേളകളിലും, പ്രത്യേകിച്ച് ഇന്ന് ആഗോള കത്തോലിക്ക സഭ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥന ആശംസകളും ഏവർക്കും നേരുകയാണ്. വിശുദ്ധൻ ക്രിസ്തുവിനു വേണ്ടി ജീവൻ സമർപ്പിച്ച ധീര വിശ്വാസ രക്തസാക്ഷിയാണ്. റോമൻ സൈനികനായിരുന്നിട്ടും ലോകത്തിൻ്റെ അധികാരത്തേക്കാൾ സെബാസ്റ്റ്യൻ തിരഞ്ഞെടുത്തത് ക്രിസ്തുവിനോടുള്ള വിശ്വസ്തതയായിരുന്നു. അമ്പുകളേറ്റിട്ടും അത്ഭുതകരമായി രക്ഷിക്കപ്പെട്ടിട്ടും വിശുദ്ധൻ വീണ്ടും സുവിശേഷം പ്രസംഗിച്ചു. മരണം ഉറപ്പാണെന്ന് അറിഞ്ഞിട്ടും പിന്മാറാതിരുന്ന ഈ വിശ്വാസമാണ് വിശുദ്ധനെ മഹാനായ രക്തസാക്ഷി ആക്കി തീർത്തത്. ഇന്ന് നമ്മുടെ വിശ്വാസം ആഴത്തിൽ വളരുവാൻ സെബസ്ത്യാനോസിൻ്റെ ധൈര്യം നമ്മെ ഉണർത്തണം. വിശ്വാസം ഒരു വാക്കല്ല, ഒരു തീരുമാനമാണെന്ന് വിശുദ്ധൻ നമ്മോട് പറയുന്നു. സൈനികനായിരുന്ന വിശുദ്ധൻ തൻ്റെ സ്ഥാനവും സുരക്ഷയും ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ തിരഞ്ഞെടുത്തു. അധികാരികളുടെ മുമ്പിൽ മരണത്തിൻ്റെ ഭീഷണിക്കിടയിലും വിശുദ്ധൻ തൻ്റെ വിശ്വാസം മറച്ചില്ല. സെബസ്ത്യാനോസിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു, ധൈര്യമുണ്ടെങ്കിൽ ദൈവം നമ്മോടൊപ്പം ഉണ്ടാകും. സഭയുടെ അഭിമാനവും വിശ്വാസികളുടെ ശക്തിയുമായ വിശുദ്ധ സെബസ്ത്യാനോസ് പീഡനത്തിൻ്റെ നടുവിലും സൈനിക അധികാരത്തിൻ്റെ നടുവിലും ക്രിസ്തുവിനെ നിഷേധിച്ചില്ല. അമ്പുകൾ വിശുദ്ധൻ്റെ ശരീരം തുളച്ചെങ്കിലും വിശ്വാസം തകർക്കാൻ സാധിച്ചില്ല. വിശുദ്ധൻ്റെ രക്തസാക്ഷിത്വത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിനോടുള്ള വിശ്വാസ്യതയാണ് യഥാർത്ഥ വിജയം എന്നാണ്. ഇന്ന് ആഗോള കത്തോലിക്ക സഭ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഇടവക ദേവാലയങ്ങളിൽ കപ്പേളകൾ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം പുതുക്കുന്ന ദിനങ്ങളായി തീർക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇതിനു വേണ്ട കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ സെബസ്ത്യാനോസെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.